നമുക്ക് ഉണ്ടാക്കണോ? അങ്ങനെയാണ് കുനാഫ ഉണ്ടാക്കുന്ന കച്ചാപ്പി പേസ്ട്രിയും കൂടി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഉണ്ടാക്കിയാലോ? ഒരു ബോളോ പാത്രം എന്തെങ്കിലും എടുത്തു അതിലേക്ക് 2 കപ്പ് ഫ്ലവർ, മൈദ, 1 കപ്പ് കോൺഫ്ലവർ, കുറച്ച് അതിന് കുറച്ച് വെള്ളം കൂടി വെച്ച് 4 കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് വേറൊരു പാത്രം എടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ വെക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത മാവ് 4 കൂടെ അരിച്ചെടുത്തിട്ട് നമ്മൾ ദോശമാവിനെ കൂടെ കുറച്ചും കൂടി ലൂസായ ഒരു ബാറ്റർ ആയിരിക്കണം കേട്ടോ. ഓക്കെ, കണ്ടില്ലേ? ഇതേപോലെ. ഇനി അത് നേരെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് പാരുക. നമ്മൾ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് 2 കുലുക്കം കൂട്ടിയിട്ട് 4 കൂടെ അറ്റം കൂടെ 4 കൂടെ ടൈറ്റ് ചെയ്തോ. എന്നിട്ട് ഇതിന്റെ അറ്റത്ത് ചെറിയൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് ദോശക്കല് 4 ചൂടായിട്ട് ഇതേപോലെ ഇങ്ങനെ സ്പൈറൽ ഷേപ്പിൽ ഇതേപോലെ കൂടെ ഒഴിച്ചോ ഭാര്യ കൊണ്ട് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പാരാട്ടോ. നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ ഏകദേശം ഇതേപോലെ അങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടോ? അപ്പൊ സാധനമായിട്ടോ. എന്നിട്ട് ഒരു കോല് കൊണ്ട് കൂടെ തോണ്ടിയും കൂടെ എടുത്തുക. അപ്പൊ നമ്മള് കുനാഫ ഉണ്ടാക്കുന്ന കച്ചാഫി പേസ്ട്രീസ് റെഡി. ഇത് നിങ്ങൾക്ക് കടയിൽ നിന്ന് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നുള്ളൂ. ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചയും അതേപോലെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 6 മാസം വരെ കിട്ടും. എന്നിട്ട് കത്രി എന്തെങ്കിലും എടുത്ത് ഇതേപോലെ അങ്ങനെ കുനുകുനാന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടുക. ചെറിയ പീസ് ഇതേപോലെ കൂടെ ആക്കിയിടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഘീ, എന്നിട്ട് കൈ കൂടെ 4 തിരുമ്പി പിടിച്ചോടെ 4 മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് നമ്മളെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഇതിന് വേണ്ടി 2 കപ്പ് പഞ്ചാര, ഒരു 3-4 കപ്പ് വെള്ളം ഒഴിക്കുക. ആൻഡ് സ്ക്വീസ് ഓഫ് ലെമൺ, കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുക. ഇത് ഓപ്ഷനിലാണ്. 2 ഏലക്ക. എന്നിട്ട് 4 മിക്സ് ചെയ്ത് നമ്മൾ തിളപ്പിച്ചെടുത്ത് നമ്മൾ ഷുഗർ സിറപ്പ് റെഡി കിട്ടും. അത് അവിടെ. ഇനി നമ്മൾ കുനാഫ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ഘീ നല്ലോണം ഗ്രീസ് ചെയ്ത് ഇതേപോലെ കൂടെ പാരത്തെ കൂടെ സെറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ നെയ്യിൽ മിക്സ് ചെയ്ത കച്ചാഫി പേസ്റ്റ് അതിലേക്ക് കൊണ്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊണ്ട് 4 കൂടെ കൈ കൊണ്ട് അമർത്തി പാരത്തെ കൂടെ സെറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നല്ല മോൺസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ സ്വീറ്റ് ചീസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണം യൂസ് ചെയ്യാം. നല്ല കട്ടിയിലും കൊണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും കുറച്ചും കൂടി കച്ചാഫി പേസ്റ്റ് കൊണ്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. നല്ലോണം കൊണ്ട് പാരത്തി കൈ കൊണ്ട് പാരത്തി 4 സമർത്തി സെറ്റ് ആക്കണം കേട്ടോ. അതാണ് ഇതിന്റെ മെയിൻ തിങ്. ഇനി കൈ കൊണ്ട് പറ്റില്ല ഒരു കപ്പോ പാത്രം എന്തെങ്കിലും വെച്ചിട്ട് 4 കൊണ്ട് അമർത്തി കൊണ്ട് അവനങ്ങനെ ചമ്മന്തി ആക്കണം. കണ്ടില്ലേ? ഇതേപോലെ കൊണ്ട് സെറ്റ് ആക്കി നേരെ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം കൂടെ ഓൺ ചെയ്യുക. ആവട്ടെ കടക്കട്ടെ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണേ കരിയുന്നുണ്ടോ. ഇത് നോൺ സ്റ്റിക്കിന്റെ പാനായ കൊണ്ട് ഇതേപോലെ ഇളക്കുമ്പോൾ ഇതേപോലെ കൊണ്ട് ആവും. എന്നിട്ട് ഇതിന്റെ അറ്റൊക്കെ ഒന്ന് പൊക്കി വെക്കുക. ഒന്ന് ആയിണ്ടോ. ഇതിന്റെ സൈഡൊക്കെ ഏകദേശം ബ്രൗൺ കളർ വരുമ്പോൾ ഒരു പാത്രം കൊണ്ട് വെച്ചിട്ട് ഒറ്റ കമത്തൽ സാധനം കണ്ടില്ലേ സെറ്റ്. ഇതിന്റെ സെയിം പാനിലേക്കും കൂടെ ഇടുക. ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഇല്ലേ അത് നേരെ കൊണ്ട് പാലും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാൻ വെക്കുക. ഒരു സാധനം നേരെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കൊണ്ട് മാറ്റിയോ. ഇതിന് ഇഷ്ടമുള്ള നട്ട്സ് ഇതേപോലെ പൊടിയാക്കി ഇതേപോലെ കൊണ്ട് ഇട്ട് കൊടുക്കുക. സോ നമ്മളെ കുനാഫ ഈസ് റെഡി. എന്നിട്ട് കത്തി കൊണ്ട് 2 കട്ട കൊടുത്തിട്ട് അങ്ങോട്ട് എടുക്കും വേണ്ടല്ലേ. ചീസി ആയിട്ട് കണ്ടില്ലേ സാധനം കണ്ടോ. അതൊരു പൊളിക്ക് ഞാൻ കാണിച്ചാ കണ്ടില്ലേ. ചീസി ആയിട്ട് കണ്ടില്ലേ പൊളിയല്ലേ. എന്നിട്ടൊരു പിടുത്തം കൊണ്ട് പിടിച്ചാണ്ടല്ലോ. സ്വർഗം. നമ്മളെ കുനാഫയുടെ റെസിപ്പി ഇത് പൊളി സാധനമാണ്. ഇത് ഭയങ്കര സ്വീറ്റ് ആണ്, ചീസാണ്, എന്തൊക്കെയൊക്കെ ഒരു പൊളി ടേസ്റ്റ് ആണ്. ഭയങ്കര സ്വീറ്റ് ആയ